പാലാ ബിഷപ്പ് ഹൌസിന് കീഴിലുള്ള ഭൂമിയിൽ ശിവലിംഗ സാദൃശ്യമുള്ള ശിലാരൂപങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കങ്ങളുണ്ടെന്ന പ്രചാരണം തെറ്റ്. വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും പാലാ രൂപത അധികൃതരും ചർച്ച നടത്തി. ആചാരപ്രകാരമുള്ള നടപടികൾ നിർവഹിക്കാൻ ധാരണയായി. സംഭവത്തിൽ തർക്കങ്ങളില്ലെന്ന് പോലീസും റവന്യൂ അധികൃതരും പ്രതികരിച്ചു. ദേവപ്രശ്നം നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഞായറാഴ്ച യോഗം ചേരും. പാലാ വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രത്തിനു സമീപം പാലാ രൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ദിവസങ്ങൾക്ക് മുമ്പ് കൃഷിക്കായി മണ്ണെടുത്തപ്പോഴാണ് ക്ഷേത്രാവശിഷ്ടങ്ങളും ശിവലിംഗ സമാനമായ ശിലാരൂപങ്ങളും കണ്ടെത്തിയത്. ക്രൈസ്തവർ അടക്കമുള്ള പ്രദേശവാസികൾ ഇത് വെള്ളപ്പാട് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചു. വിഗ്രഹ സമാനമായ രൂപങ്ങളായതിനാൽ വിളക്ക് വെച്ച് പ്രാർത്ഥന നടത്തി. ഇന്നലെ ഇവിടെ കപ്പയ്ക്ക് JCB കൊണ്ട് പണിതപ്പോഴാണ് ഇവിടെ സമീപവാസികൾ വിളിച്ചു പറഞ്ഞു. സമീപവാസികളുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് വിളിച്ചു പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ വിഗ്രഹം കണ്ടു, നിങ്ങൾ വരണമെന്നും പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങളിവിടെ എത്തി ഒരു വിളക്കൊക്കെ വെച്ചു. ഇന്ന് രാവിലെ ആളുകൾ കൂടുതൽ ഇത് അറിഞ്ഞു കേട്ട് ഒരുപാട് ആൾക്കാർ ഭക്തജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് വരും ദിവസങ്ങളിൽ ഇത് എന്ത് ചെയ്യണമെന്നുള്ളതിന് വളരെ അതിൻ്റെ ആചാര്യന്മാരുമൊക്കെ ആയിട്ട് സംസാരിച്ച് അവരുമായിട്ട് ആലോചിച്ച് ഇതിപ്പോൾ ഇത് കയ്യേറിയിരിക്കുന്ന ആളുകൾ അവരുടെ സമൂഹത്തോടു കൂടി അവരുമായിട്ട് ആലോചിക്കണം. കൂടിയാലോചനയ്ക്ക് ശേഷം അടുത്ത തുടർ നടപടികൾ സ്വീകരിക്കും. കൂത്താപ്പാടി ഇല്ലംവക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകരുകയും തുടർന്ന് പലവട്ടം കൈമാറ്റം ചെയ്യപ്പെട്ട് ഭൂമി പാലാ രൂപതയുടെ ഉടമസ്ഥതയിലുമായി. നിലവിലെ സ്ഥല ഉടമകളായ പാലാ അരമന അധികൃതരുമായി ക്ഷേത്രം ഭാരവാഹികൾ ചർച്ച നടത്തുകയും ആചാരപ്രകാരമുള്ള നടപടികൾ നിർവഹിക്കാനും നേരത്തെ ധാരണയായിരുന്നു. കണ്ടെടുത്ത ശിലകൾ എന്തു ചെയ്യണമെന്ന് ദേവപ്രശ്നം നടത്തി തീരുമാനിക്കും. ഇതിനായി പ്രത്യേക സമിതി രൂപീകരിക്കും. ദേവപ്രശ്നം നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഞായറാഴ്ച യോഗം ചേരും. രൂപത അധികൃതരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും തുടർന്നുള്ള നടപടികൾ. സംഭവത്തിൽ തർക്കങ്ങളില്ലെന്ന് പോലീസും റവന്യൂ അധികൃതരും പ്രതികരിച്ചു. ജനം, കോട്ടയം.